അന്ന് അതെ അന്ന് ആ സംഭവമായിട്ട് എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ ഇന്ന് ശരിവെച്ചിരിക്കുകയാണ്. അതായത് ഞങ്ങൾ BJP മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതിനകത്തില്ല. BJPക്ക് എന്ത് റോളുകൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പിണറായി വിജയൻ്റെ ക്രൈംബ്രാഞ്ച് അല്ലേ അന്വേഷിച്ച്, ഞങ്ങളെന്തിനാ അതിന് മറുപടി പറയണം? BJPക്ക് എന്താ അതിന് കണക്ഷനുള്ള ഒന്നുമില്ലല്ലോ, പിന്നെ ഞങ്ങളെന്തിനാ മറുപടി പറയണം? അല്ലേ, BJPക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല. പിന്നെ ആര് പറഞ്ഞു ആര് പറഞ്ഞു ആര് പറഞ്ഞു ആര് പറയുന്നു ആര് പറയുന്നു ആര് പറയുന്നു അല്ല, ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു സംഘടനക്ക് അതിനകത്ത് ബന്ധമുണ്ടെന്ന് പിണറായി വിജയൻ്റെ പോലീസ് തന്നെ പറയുന്നില്ല. പിന്നെ നിങ്ങളെങ്ങനെയാണ്? പിണറായിൻ്റെ പോലീസിനേക്കാളും വലിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണോ നിങ്ങൾ? ഏത് അല്ല, നിങ്ങൾ വാർത്തകൾ കൊടുത്ത ആൾക്കാർ ഇങ്ങനെയുള്ളതിലൊക്കെ വരുമ്പോൾ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാകും. നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുക. ഇതിലെന്താണ് ഏതെങ്കിലും ഒരു സംഘടനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ പോലും ഇല്ല. ഗുജറാത്തിൻ്റെ BJP സർക്കാർ BJP പോലീസോ അല്ല അന്വേഷിച്ച്, UPയുടെ യോഗിയുടെ പോലീസോ അല്ല അന്വേഷിച്ച്. ഇവിടെ അന്വേഷിച്ചത് പിണറായിൻ്റെ പോലീസാണ്. ഡോക്ടർ ശ്രീനിവാസനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, ക്രൈംബ്രാഞ്ചിൻ്റെ SP ആയിരുന്നു അദ്ദേഹം. പിന്നെ എന്തിനാ നിങ്ങൾ ഇല്ലാത്തത് പറയുന്നത്? എന്തിനാ ഇനിയെങ്കിലും നിങ്ങൾ സംഘടനയെ പറഞ്ഞത് ഒഴിവായിക്കൂടെ? വെറുതെ എന്തിനാ? ഞാൻ ആ കാര്യത്തിൽ ഇതിനേക്കാൾ കൂടുതലൊന്നും പറയില്ല. ഏത് ഏതിനാ ഇത് ആണെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ അല്ല എന്ന് പറയാൻ ആരെങ്കിലും ആണെന്ന് പറയണ്ടേ? ആരെങ്കിലും പറഞ്ഞാ പിന്നെ എന്തിനാ ഇല്ലാത്ത ചോദ്യം നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾ ഈ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തിട്ട് എന്തിനാ ഇതാക്കുന്നത്? അത് ശരിക്കും ഉത്തരം പറയേണ്ടത് BJP അല്ല. പയ്യാമ്പലത്തെ CPMൻ്റെ നേതാക്കന്മാരുടെ ശ്രുതിമണ്ഡപം വികൃതമാക്കിയതിൽ മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയും കൂടിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം ആണ് അതിന് മറുപടി പറയേണ്ടത്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്, പോലീസ് എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. പ്രതികളെ പിടിച്ചോ? ദിവസം എത്രയായി? പിടിച്ചോ? നിങ്ങൾക്കല്ലേ അറിയുന്നത്, ഞങ്ങൾ മനസ്സിലാക്കുന്നതില്ല എന്നാ. പിടിച്ചോ? ദിവസം എത്രയായി? പിടിച്ചു. ആരാ പ്രതികൾ? പ്രതി ആയിക്കോട്ടെ. കുപ്പി ഞാൻ ഈ മരിച്ച 2 നേതാക്കന്മാരെയും പ്രത്യേകിച്ച് ഒരാളെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ആൾ എന്ന നിലക്ക് മറ്റു പ്രതികളൊന്നും പറയുന്നില്ല. സുധാകരൻ്റെ കെ സുധാകരൻ്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് ഇവിടെ RSS ശാഖ നടത്തുന്നത്. സുധാകരൻ്റെ ഗൺമാൻമാരെ വെച്ചിട്ടാണ് RSSൻ്റെ ശാഖകൾ സംരക്ഷിക്കുന്നത്. സുധാകരൻ ഇപ്പോൾ RSSനെ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണല്ലോ. കോൺഗ്രസ്സിന് അധികാരത്തിൽ വന്നാൽ RSSനെ നിരോധിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ എന്ത് സംരക്ഷണമാണ് സുധാകരൻ തരുന്നത്? സുധാകരൻ്റെ ഒരു സംരക്ഷണവും RSSനില്ല, ആവശ്യമില്ല. ശാഖ നടത്താൻ RSSന് അറിയാം, അതല്ലാതെ സുധാകരൻ്റെ ചീറ്റൊന്നും വേണ്ട. അല്ല, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് CPM മത്സരിച്ചിട്ടുണ്ടല്ലോ, പരസ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത സ്ഥലത്ത് ജനതാ പാർട്ടിയായിരുന്നു. ആയിക്കോട്ടെ, ഇപ്പം എന്തിനാ പറയുന്നത്? അതുകൊണ്ട് എന്തേ ജനസംഘ ആണല്ലോ. എങ്ങനെ
അതെ അല്ല എങ്ങനെയാ പരസ്പരം ധാരണ എന്ന് പറയുന്നത്? എല്ലായിടത്തും കോമൺ ഒരൊറ്റ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് ഒ രാജഗോപാൽ മത്സരിക്കുമ്പോൾ ഇപ്പുറത്ത് CPM-ൻ്റെ ആൾക്കാർ മത്സരിച്ചു. പിന്നെന്താ? ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുമിച്ചുണ്ടായിരുന്നില്ലല്ലോ. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെയും കൂടിയുള്ള മെർജായിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയായിട്ട് തെരഞ്ഞെടുപ്പ് സഖ്യം ഏർപ്പെട്ടിട്ടാണ് പണ്ട് ഇലക്ഷനിൽ CPM മത്സരിച്ചത്. അത് ഒരു സത്യമാണ്, ചരിത്ര സത്യമാണ്. അതിപ്പോൾ CPM-ഉം BJP-യും രണ്ട് തട്ടിലായതുകൊണ്ട് ആ ചരിത്രത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റുമോ, തമസ്കരിക്കാൻ പറ്റുമോ? അത് യാഥാർത്ഥ്യമാണ്, അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അതിലെന്താ തെറ്റില്ല? ഞങ്ങളതിൽ തെറ്റ് പറയുന്നില്ലല്ലോ. ഞങ്ങളെപ്പെങ്കിലും പറഞ്ഞോ ഇല്ല ഞങ്ങൾ CPM ആയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടായപ്പോൾ ഞങ്ങൾ സഖ്യം നടത്തിയിട്ടുണ്ടെന്നല്ലേ? അത് സത്യമല്ലേ? അല്ല ഇത് എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകത്തൊന്ന്, അഖിലേന്ത്യാ പാർട്ടിയാണ് കോൺഗ്രസ്, അതിൻ്റെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ. CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇവർ രണ്ടാളും കൂടിയിട്ട് ഡൽഹിയിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും അടങ്ങുന്ന PB അംഗങ്ങൾ ഡൽഹിയിലാണല്ലോ വോട്ട് ചെയ്യുക. ഞാൻ മനസ്സിലാക്കിയത് AKG സെൻറ്ററിലാണ് അവരുടെ വോട്ടുള്ളത്. അവിടെ ആർക്കാ വോട്ട് ചെയ്യുക? ആം ആദ്മി ആരുടെ പാർട്ടി, ആരുടെ കൂടെയാണ്? ഇന്ത്യ അത് പറഞ്ഞപ്പോഴേ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വെറുതെ ഇല്ലാണ്ട് BJP CPM സഖ്യം എന്നൊക്കെ കോൺഗ്രസ് ആരോപിക്കുന്നത്? എന്താ